like a Hellcat. Hello, welcome to Jobby Story World. Today we are going to discuss the question answers and a brief summary and activities in this video. Please watch this video without skipping. If you like this video, please comment it on the comment box and like it, share it and subscribe it. Thank you very much. So today we are directly moving to the textual questions and answers. Textual questions and answers, a brief summary of the poem and some activities related to the poetic devices we will discuss in detail in this poem. We will discuss in detail about these things. First question, what in the poet's view are the things that would float away down the stream of time? അപ്പോൾ പോയിറ്റിൻ്റെ വ്യൂവിലെ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അരുവിയിലൂടെ ഒഴുകിപ്പോകുന്നത് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് അക്കോർഡിംഗ് ടു പോയിറ്റ്സ് വ്യൂ, ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനോൺ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. അപ്പോൾ പോയിറ്റിൻ്റെ വ്യൂവിൽ ലൈഫ്, ജീവിതം, യൂത്ത്, യുവാവായിരിക്കുന്ന അവസ്ഥ, യൗവനം, വെൽത്ത്, പണം, റിനോൺ, കീർത്തി, ഇതെല്ലാം എന്ത് ചെയ്യും? ഒഴുകിപ്പോകും. സ്ട്രീം ഓഫ് ടൈം. വാട്ട് ഡു യു തിങ്ക് വാസ് ഷാജഹാൻസ് ഹാർട്ട്സ് പെയിൻ? അപ്പോൾ ഷാജഹാൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ആൻസർ, ഷാജഹാൻസ് ഹാർട്ട്സ് പെയിൻ ഈസ് ദ മെമ്മറീസ് ഓഫ് ഹിസ് ബിലൗഡ് മുംതാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ വേദന എന്ന് പറയുന്നത്. തേർഡ് വൺ, വൈ ഈസ് ഇമ്പീരിയൽ പവർ കമ്പയർഡ് ടു ദ സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്? അപ്പോൾ ഇമ്പീരിയൽ പവർ, രാജകീയമായ അധികാരത്തെ കമ്പയർഡ് ടു ദ സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്, എന്തുകൊണ്ടാണ് അത് സൺസെറ്റുമായിട്ട് ആ രാജകീയമായ അധികാരത്തെ കമ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം. ആൻസർ ഇസ് ദിസ്, ലൈക്ക് സൺസെറ്റ് ഇമ്പീരിയൽ പവർ ഓൾസോ ഡിമിനീഷസ്. അപ്പോൾ സൺസെറ്റ് പോലെ തന്നെ ഇമ്പീരിയൽ പവറും എന്ത് ചെയ്യുന്നു? ഡിമിനീഷ് ചെയ്യും, കുറഞ്ഞ് ഇല്ലാതെയാകും. നാലാമത്തെ, പിക്ക് ഔട്ട് ദ ലൈൻസ് വിച്ച് മീൻസ് എമറാൾഡ്സ്, റൂബീസ് ആൻഡ് പേൾസ് ആർ ട്രാൻസിയൻറ്റ്. അപ്പോൾ നിങ്ങൾ ആ പോയത്തിനകത്തു നിന്ന് ഒരു ലൈൻ എടുക്കുക. എന്താണ്? എമറാൾഡ്സ്, റൂബീസ് ആൻഡ് പേൾസ് ആർ ട്രാൻസിയൻ്റ് ആണ് എന്ന് പറയുന്ന വാചകം ഉള്ള അല്ലെങ്കിൽ ആ ഭാഗമുള്ള ലൈൻ എടുത്തെഴുതുക എന്നാണ് പറയുന്നത്. ആൻസർ ഇതാണ്, ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രൂക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് അവേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, all float away down the stream of time. What image do you get from this line? അപ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നു? കാലഘട്ടത്തിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ പോകും. അതിനകത്തുള്ള എന്ത് ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് വിഷ്വൽ ഇമേജാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. വിഷ്വൽ ഇമേജ്, ദ പിക്ചർ ഓഫ് തിങ്സ് ഫ്ലോട്ടിംഗ് ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം കംസ് ടു അവർ മൈൻഡ്. അപ്പോൾ ഈ പിക്ചർ എന്താണ്? ഈ ഫ്ലോട്ടിംഗ് ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം, ആ കാലഘട്ടത്തിൻ്റെ അരുവിയിലൂടെ ഒഴുകിപ്പോകുന്ന ആ ഒരു ചിത്രം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു അരുവിയുടെയും ആ കാലഘട്ടം ഇങ്ങനെ ഒഴുകിപ്പോകുന്നതിൻ്റെ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ കൊണ്ടുവരും. സിക്സ്ത് വൺ, പിക്ക് ഔട്ട് 2 ഇൻസ്റ്റൻസസ് സിമിലി ഫ്രം ദ പോം. സിമിലി എന്താണെന്ന് വിശദമായി ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. എ ഹാർഷ് തണ്ടർ ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ as the glitter of a rainbow. This is the answer. Poetic imageries you can watch now here. Visual images, crimson splendor, rainbow, solitary tear. Auditory images, thunder, sigh. And this is the brief summary, and I will read and explain it in Malayalam. In this beautiful poem, Taj Mahal, written by Rabindranath Tagore. അപ്പോൾ ഇത്രയും ഈ സുന്ദരമായ പോയം, താജ്മഹൽ, രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഈ സുന്ദരമായ പോയം ഡെപ്പിക്റ്റഡ് എംപറർ ഷാജഹാനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. In this beautiful poem, Taj Mahal, written by Rabindranath Tagore, depicted Emperor Shahjahan. ഷാജഹാനെയാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. As giving as the examples of this everlasting monument of love, the poet tells that life, youth, wealth and renown all float down the stream of time. അപ്പോൾ എന്താണ് ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു നിത്യകാലം നിലനിൽക്കുന്ന ഈ ഒരു സ്മാരകം, ലവ്, സ്നേഹത്തിൻ്റെ സ്മാരകം,
ദ പോയറ്റ് ടെൽസ് us, പോയറ്റ് നമ്മളോട് പറയുകയാണ്, ദറ്റ് ലൈവ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനോൺ ഓൾ ഫ്ലോട്ട് ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. അപ്പോൾ ജീവിതം, യൗവനം, പണം, കീർത്തി, ഇതെല്ലാം ലോകത്തിൻ്റെ ഈ ഒരു ഗതിവിഗതിയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകും. ഷാജഹാൻസ് പെയിൻ വാസ് ഹിസ് ബിലൗഡ് വൈഫ് മുംതാസ്. ഷാജഹാൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ പ്രിയതമയായ മുംതാസിനെ ഓർത്താണ്. ഹി പ്ലാൻ ടു കീപ് ദാറ്റ് ലവ് എവർ ലാസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് എ മോണുമെൻറ്റ്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ആ ഒരു വേദന, ആ ഒരു പ്രണയം എന്താണ്, അദ്ദേഹത്തിൻ്റെ മോണുമെൻറ്റ്, ഈ ഒരു സ്മാരകം നിർമ്മിച്ചുകൊണ്ട് അതവിടെ നിലനിർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ദാറ്റ് എക്സൽസ് എവറിത്തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെല്ലാത്തിനെയും അതിലംഘിക്കുന്ന സൗന്ദര്യമുള്ള ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബട്ട് ലൈക്ക് സൺസെറ്റ് ഹിസ് ഇമ്പീരിയൽ പവർ ഡിമിനിഷ്ഡ്. പക്ഷെ സൂര്യാസ്തമനം പോലെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടവും അവസാനിച്ചു. He thought that this huge building will last in the sky, a single sigh that would stay to grieve the sky. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഈ വലിയ ബിൽഡിങ്, ഈ ഹ്യൂജ് ബിൽഡിങ്, വലിയ ബിൽഡിങ് വിൽ ലാസ്റ്റ് ഇൻ ദ സ്കൈ, ഈ സ്കൈയിൽ ഇങ്ങനെ നിൽക്കും. ആ സിംഗിൾ സായ്, ആകെ ഒരേ ഒരു ദീർഘനിശ്വാസമായി. ദാറ്റ് വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ. ഗ്രീവ് എന്ന് പറഞ്ഞാൽ ദുഃഖിപ്പിക്കുക, വേദനിപ്പിക്കുക. അപ്പോൾ വേദനയായി, ദുഃഖമായി അതിങ്ങനെ നിലകൊള്ളും. ഷാജഹാൻ ന്യൂ വെരി വെൽ ദാറ്റ് എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ വിൽ ഫെയ്ഡ് അവേ ലൈക്ക് എ റെയിൻബോ. അപ്പോൾ ഷാജഹാൻ അറിയാമായിരുന്നു എന്താണ്, എമറാൾഡ്സും റൂബീസും പേൾസും എല്ലാം എന്ത് ചെയ്യും, ഫെയ്ഡ് അവേ, ഇങ്ങനെ അത് മങ്ങിപ്പോകും. ലൈക്ക് എ റെയിൻബോ, മഴവില്ല് പോലെ അതില്ലാതാവും. ബട്ട് ഈ വിഷ്ഡ് ദാറ്റ് താജ്മഹൽ വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചെന്താണ്, താജ്മഹൽ ഇങ്ങനെ ആ ഒരു കാലമാകുന്ന കവിളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും എന്ന് അദ്ദേഹം കരുതി. ലൈക്ക് എ സോളിറ്ററി ടിയർ, ഒരു ഏകാന്തമായ മഴത്തുള്ളി പോലെ നിൽക്കുമെന്ന്. ഇറ്റ് ഹാപ്പൻഡ്, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ലവ് ടു ദ വേൾഡ് അണ്ടിൽ ദിസ് ഡേ. അപ്പോൾ ഇത് ഈ ഒരു സിംബലാണ്, സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. സിംബൽ എന്ന് പറഞ്ഞാൽ പ്രതീകം. വേരിയസ് വിഷ്വൽ ഇമേജസ് മേക്സ് ദ പോയം ചാമിങ്. വ്യത്യസ്തമായ വിഷ്വൽ ഇമേജുകൾ ആ പോയത്തെ വളരെ സുന്ദരമാക്കുന്നുണ്ട്. അലിട്രേഷൻ ലൈക്ക് സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. അപ്പോൾ അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ വവൽസും കോൺസണൻസും നിങ്ങൾക്കറിയാമായിരിക്കും. എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞത് വവൽസും ബാക്കിയുള്ളത് കോൺസണൻറ്റുമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഇപ്പോൾ ഓർത്തിരിക്കുക. എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞത് വവൽസ്, ബാക്കിയുള്ളത് കോൺസണൻസ്. അപ്പോൾ വവൽസും കോൺസണൻസുമാണ്. കോൺസണൻസ് സൗണ്ടുകളുണ്ട്. ആ സൗണ്ടുകളുടെ റെപ്പറ്റീഷൻ ഒരു ലൈനിൽ വന്നാൽ, ഒരു ലൈനിൽ തന്നെ കോൺസണൻസ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അലിട്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ എന്ന് പറയുന്ന അതിനകത്ത് സ എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു കോൺസണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ അലിട്രേഷൻ എന്ന് പറഞ്ഞ പോയറ്റിക്കൽ ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പോയറ്റിക്കൽ ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത്. അസൊണൻസ് ആണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. നോക്കുക, അസൊണൻസ് ലൈക്ക് ഗ്ലിറ്റർ ട്രുക്കിംഗ്. അസൊണൻസ് എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ വവൽ സൗണ്ടുകളുടെ റെപ്പറ്റീഷൻ ഒരു ലൈനിൽ തന്നെ, പോയത്തിൻ്റെ ഒരു ലൈനിൽ തന്നെ വരണം റെപ്പറ്റീഷൻ. അത് അലിട്രേഷൻ ആണെങ്കിലും അസൊണൻസ് ആണെങ്കിലും ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ അസൊണൻസ് എന്ന് പറയുന്നു, കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ അലിട്രേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അസൊണൻസ് ലൈക്ക് ഗ്ലിറ്റർ ട്രിക്കിംഗ്. അപ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്തതെന്ന് അറിയാമല്ലോ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. അടുത്ത മെറ്റഫോർ വിശദമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. മെറ്റഫോർ ലൈക്ക് സ്ട്രീം ഓഫ് ടൈം, തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ ആൻഡ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളുടെ സ്വഭാവത്തെ അചേതനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുവിലേക്ക് ആരോപിക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ സ്വഭാവങ്ങളെ ജീവനില്ലാത്ത വസ്തുവിലേക്ക് ആരോപിക്കുന്നു. അതാണ് പേഴ്സോണിഫിക്കേഷൻ. ലൈക്ക് ചീക്ക് ഓഫ് ടൈം മേക്ക് ദ പോയം വർത്ത് റീഡിങ്. അപ്പോൾ എന്താണ് ഈ ചീക്ക് എന്ന് പറഞ്ഞാൽ കവിള് മനുഷ്യനുള്ളതല്ലേ, ആ കവിള് മനുഷ്യനുള്ളതാണ്. അത് എന്ത് ചെയ്യുന്നു, കാലഘട്ടത്തിലേക്ക് ആരോപിക്കുകയാണ്.
സമയത്തിലേക്ക് ആരോപിക്കുകയാണ് ആ ഒരു കവിളിനെ. അപ്പോൾ അത് നമ്മളുടെ പോയത്തിൻ്റെ വായനയെ നമ്മൾ വളരെ സുന്ദരമാക്കുന്നുണ്ട്. ദ പോയറ്റ് യൂസ്ഡ് സിമ്പിൾ വേർഡ്സ് ടു കൺവേ ഹിസ് എലഗൻറ്റ് ഐഡിയാസ്. അപ്പോൾ അദ്ദേഹം വളരെ എലഗൻറ്റ് ഐഡിയാസ് കൺവേ ചെയ്യുന്നുണ്ട്. കുലീനമായ ഐഡിയാസാണ് കൺവേ ചെയ്യുന്നത്, പക്ഷേ അത് വളരെ സിമ്പിളായിട്ടാണ് കൺവേ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത്, നിങ്ങൾക്കിവിടെ കാണാം, ആക്ടിവിറ്റിയിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യുകയാണ്. ഒന്ന് സിമിലിയാണ്. എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വൺ തിങ് ഈസ് കമ്പയർഡ് ടു അനദർ ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് ജനറലി യൂസിങ് ലൈക്ക് ഓർ ആസ്. അപ്പോൾ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, ഉപമിക്കുകയാണ്. അതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഉപമിക്കുകയാണ്. ഫിഗർ ഓഫ് ഈ സിമിലി എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഇൻ വിച്ച് വൺ തിങ് ഈസ് കമ്പയർഡ് ടു അനദർ. ഒരു സാധനത്തിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പുറത്ത് കുറച്ച് മഴയുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കുക. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് സിമിലീസ് ഫ്രം ദ പോം. അപ്പോൾ പോയത്തിന് എന്താണ് ഇൻസ്റ്റൻസ് സിമിലീസ് പോയത്തിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാനാണ് ആക്ടിവിറ്റിയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നോക്കുക. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. അവിടെ ലൈക്ക് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചുകൊണ്ടാണ് സിമിലി എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹിയർ ഇമ്പീരിയൽ പവർ ഈസ് കമ്പയർഡ് വിത്ത് സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. അപ്പോൾ ഇവിടെ ഇമ്പീരിയൽ പവർ സൺസെറ്റിൻ്റെ ക്രിംസൺ സ്പ്ലെൻഡറുമായിട്ട്, അതായത് സൂര്യാസ്തമനത്തിൻ്റെ സമയത്തുണ്ടാവുന്ന അരുണാഭമായ ആ ശോഭയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. എന്ത്? ഇമ്പീരിയൽ പവറിനെ, രാജകീയമായ അധികാരത്തെ. രണ്ടാമത് നോക്കുക. ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രെക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. ഇവിടെ എന്താണ്? ഹിയർ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ കമ്പയർഡ് വിത്ത് റെയിൻബോ. അപ്പോൾ എമറാൾഡ്സും റൂബിയും പേൾസും എല്ലാം എന്ത് ചെയ്യുന്നു? റെയിൻബോയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതെല്ലാം റെയിൻബോ വരുന്നത് പോലെ വന്ന് അത് ഫെയ്ഡായിട്ട് പോകും. മറ്റ് എക്സാമ്പിളുകൾ നോക്കാം. ആസ് ലൈറ്റ് ആസ് എ ഫെദർ. ഇത് പുറത്തുനിന്നുള്ള എക്സാമ്പിളുകളാണ്. അവിടെ ആസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ആസ് ഉപയോഗിച്ചിട്ടുണ്ട്? ആസ് ലൈറ്റ് ആസ് എ ഫെദർ, ഒരു തൂവൽ പോലെ കനം കുറഞ്ഞ. ആസ് കോൾഡ് ആസ് ഐസ്, ഐസ് പോലെ തണുത്തത്. ദേ ഫോട്ട് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അവർ പട്ടിയെയും പൂച്ചയെയും പോലെ നിത്യവൈരികളായ പട്ടിയെയും പൂച്ചയെയും പോലെ അവരിങ്ങനെ എന്താണ് പരസ്പരം പോരടിച്ചു. ഇവിടെ ലൈക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ഇവിടെ ലൈക്ക് വന്നിരിക്കുന്നു. ഇവിടെ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. ഇവിടെ ആസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഔട്ട്സൈഡ് എക്സാമ്പിൾസ്. ആസ് ലൈറ്റ് ആസ് എ ഫെദർ ആസ് ഉണ്ട്. ആസ് കോൾഡ് ആസ് ഐസിനകത്ത് ആസ് ഉണ്ട്. ദേ ഫോട്ട് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളതിനകത്ത് ലൈക്കുമുണ്ട്. അപ്പോൾ ലൈക്ക്, ആസ് എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമിലി എന്ന് വിളിക്കും, ഉപമ. അപ്പോൾ സിമിലി പഠിക്കുമ്പോൾ നമ്മൾ മെറ്റഫർ കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. സിമിലി ഈസ് എ ബിറ്റ് ലൈക്ക് മെറ്റഫർ. മെറ്റഫർ പോലെ സിമിലി എന്ന് പറയുന്നത് മെറ്റഫറും സിമിലിയും തമ്മിൽ ഏകദേശം ഒരു അടുത്തടുത്ത് നിൽക്കുന്നതാണ്. അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എഴുതിയെടുക്കണം ഇതൊക്കെ. മെറ്റഫർ, ദ യൂസ് ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് ടു റെഫർ ടു സംതിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട്, invoking a direct similarity between the word or phrase used and the thing described. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ് കാര്യം. താഴെ എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടെണ്ണവും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഐ ആം ലൈക്ക് എ ലയൺ. ഞാനൊരു സിംഹത്തെ പോലെയാണ്. ഞാൻ സിംഹമല്ല, സിംഹത്തെ പോലെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് സിമിലിയാണ്, ഉപമയാണ്. ഇവിടെ രണ്ടാമത് നോക്കുക. ഐ ആം എ ലയൺ. ഞാനൊരു സിംഹമാണ്. അതാണ് മെറ്റഫർ. ഞാൻ ഒന്ന് മറ്റൊന്നാണെന്ന് പറയുന്നതാണ് മെറ്റഫർ. ഐ ആം എ ലയൺ. ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ഇറ്റ് സേസ് ദാറ്റ് വൺ തിങ് ഈസ് സംതിങ് എൽസ്. ഒരു കാര്യം മറ്റൊന്നാണെന്ന് പറയുകയാണ്. എക്സാമ്പിൾ, ഹീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അദ്ദേഹം എന്താണ്? ഒരു ഷൈനിങ് സ്റ്റാറാണ്. ഷീ ഈസ് എ പീകോക്ക്. അവളൊരു മയിലാണ്. ദ മൂൺ ഈസ് എ വൈറ്റ് ബലൂൺ. ചന്ദ്രൻ എന്ന് പറഞ്ഞത് വലിയൊരു വെളുത്ത ബലൂണാണ്. ആണെന്നങ്ങ് പറയാം. സിമിലിയിൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആണെന്ന് പറയുകയല്ല, ഞാൻ അത് പോലെ ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ അങ്ങനെയാണ്
നമുക്ക് എക്സാമ്പിളുകൾ വിഷ്വൽ ഇമേജിലേക്ക് പോവാണ്. ഇമേജസ് നമ്മൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇമേജസ് പഠിക്കാൻ വേണ്ടി വളരെ രസകരമായിട്ടുള്ള ഒരു പട്ടിക്കുട്ടി നമ്മളുടെ മുമ്പിലുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കാണിക്കാൻ ആരോക്കി നോക്കുക, എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ചെവിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. ഡിസ്ക്രൈബ്സ് വാട്ട് വി ഹിയർ, നമ്മൾ കേൾക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മ്യൂസിക്, നോയ്സ്, സൈലൻസ് ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. രണ്ടാമത്തത് ടാക്ടൈൽ എന്നുള്ളത് പറയും. അത് കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, പട്ടിക്കുട്ടിയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രൈബ്സ് വാട്ട് വി ടച്ച് ഓർ ഫീൽ, നമ്മളിങ്ങനെ ടച്ച് ചെയ്യുക, ഫീൽ ചെയ്യുക, അതൊക്കെയാണ് ടാക്ടൈൽ ഇമേജ് എന്ന് പറയുന്നത്. അവിടെ ടെക്സ്ചറുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്, ടെമ്പറേച്ചറുണ്ട്. ഇതെല്ലാം പോയത്തിൻ്റെ ലൈനിൽ കൂടി നമ്മളെ എന്ത് ചെയ്യുന്നു, ഓരോ വാക്കുകളിൽ കൂടിയും നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഗസ്റ്റേറ്ററി എന്ന് എഴുതിയിരിക്കുന്നത് നാക്കുമായി ബന്ധപ്പെട്ടതാണ്. കണ്ടോ, ഗസ്റ്റേറ്ററി ഡിസ്ക്രൈബ്സ് വാട്ട് വി ടേസ്റ്റ്, നമ്മൾ രുചിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോറ്, സ്വീറ്റ്, ആസിഡിക്, ബിറ്റർ, സാൾട്ട്, ഇതെല്ലാം നമ്മുടെ നാവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് പോയറ്റ് നമ്മുടെ നാവ് വെച്ച് തരുവല്ല, അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ ലൈനുകളിലൂടെ അത് നമ്മളെ അനുഭവഭേദ്യമാക്കി തരുന്നു. ഇവിടെ നോക്കാം, ഓൾ ഫാക്ടറി. കണ്ടോ, ആരൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, മൂക്കിലേക്കാണ് പോയിരിക്കുന്നത്. ഡിസ്ക്രൈബ്സ് വാട്ട് വി സ്മെൽ, നമ്മൾ മണം എങ്ങനെ മനസ്സിലാക്കുകയാണ്. നൈസ് ഫ്രാഗ്രൻസസ്, നല്ല മണം. ബാഡ് ഓഡേഴ്സ്, മോശമായ മണം. ഇതെല്ലാം നമ്മളുടെ മൂക്കിലടിക്കും, നമുക്ക് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സാമ്പിളിലൂടെ പറയുകയാണ്. അടുത്ത് നോക്കാം, വിഷ്വൽ ഡിസ്ക്രൈബ്സ് വാട്ട് വി സീ. നേരെ അങ്ങോട്ടാണ് പോയിരിക്കുന്ന, ആരോ കണ്ണിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട്, കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. കളേഴ്സ്, പാറ്റേൺസ്, ഷേപ്സ്, സൈസ്, ഇതൊക്കെയാണ് വിഷ്വൽ ഇമേജ്. അപ്പോൾ ഇമേജുകൾ ഇത്രയുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, ഗസ്റ്റേറ്ററി ഇമേജസ്, ഓൾഫാക്ടറി ഇമേജസ്, വിഷ്വൽ ഇമേജസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട്ബുക്കിൽ എഴുതുകയും പഠിക്കുകയും ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ടൈനി റെഡ് ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ദ ബ്രോക്കൺ ട്വിഗ്. ഇത് കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്, വിഷ്വൽ ഇമേജ് ആണ്. എന്താണ് ടൈനി റെഡ് ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ദ ബ്രോക്കൺ ട്വിഗ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ്, ചെറിയൊരു ഉറുമ്പിനെ കാണാൻ പറ്റും. ആ ഉറുമ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി പോകുന്നത് നമുക്ക് കാണാം. അതാണ് പോയറ്റിൻ്റെ ബുദ്ധിപരമായ വാക്കുകളുടെ ഉപയോഗം. ഇനി നമുക്ക് സൗണ്ടിനെ നോക്കാം, കേൾവിയുമായി ബന്ധപ്പെട്ട് നോക്കാം. ദ കാർ സ്ക്വീക്ക്ഡ് എവറി ടൈം ഐ ഹിറ്റ് എ ബംപ് ഇൻ ദ റോഡ്. അപ്പോൾ അവിടെ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുന്നു, അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ടേസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കാം. വൺ ബൈറ്റ് ഓഫ് ദ സോർ ലെമൺ കോസ്ഡ് മൈ ലിപ്സ് ടു പക്കർ. അപ്പോൾ എന്താണ്, ഒരു നാരങ്ങയുടെ വലിയ പുളി എൻ്റെ നാവിന് വലിയ അരോചകമായി മാറി. അത് നമ്മളുടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നാരങ്ങയുടെ പുളിയും നമുക്കറിയാം, അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. അടുത്തത് നോക്കുക, ടച്ച്. ദ ഷാർപ്പ് എഡ്ജ് ഓഫ് ദ പേപ്പർ കട്ട് മൈ ഫിംഗർ ആൻഡ് മെയ്ഡ് ഇറ്റ് സ്റ്റിങ്. അപ്പോൾ ആ ടച്ചുമായി ബന്ധപ്പെട്ട ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നു. സ്മെൽ. ദ സ്വീറ്റ് സ്മെൽ ഓഫ് ഫ്രഷ്ലി ബേക്ക്ഡ് ആപ്പിൾ ഫിൽഡ് ദ എയർ. അപ്പോൾ സ്വീറ്റ് സ്മെൽ ഓഫ് ഫ്രഷ്ലി ബേക്ക്ഡ് ആപ്പിൾ ഫിൽഡ് ദ. അപ്പോൾ ഇത്രയും പഠിച്ചതിലേക്ക് നമുക്ക് ഇമേജസ് നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 2, ഇമേജസ് ഇൻ പോയംസ്. പോയറ്റ്സ് യൂസ് വേരിയസ് ഇമേജസ് ടു ലീഡ് ദ ലീഡേഴ്സ് ടു എ സെൻസറി എക്സ്പീരിയൻസ്. Images often give us mental pictures that appeal to our senses of sight, sound, taste and smell. Visual images, sense of sight ആണ് കൊടുത്തിരിക്കുന്നത്. ക്രിംസൺ സ്പ്ലെൻഡർ, റെയിൻബോ, സോളിറ്ററി. അടുത്തത് ഓഡിറ്ററി ഇമേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. തണ്ടർ, ഷായ്. Then I am giving you one assignment. You have to write this assignment, and assignment is write a profile of Rabindranath Tagore. What are the main points we should remember when we start writing a profile? അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, എ ടൈറ്റിൽ ഷുഡ് ബി ഗിവൺ. ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂസ് പ്രൊഫൈൽ ഈസ് ക്രിയേറ്റഡ്. ആരുടെ പ്രൊഫൈലാണോ ക്രിയേറ്റ് ചെയ്യുന്ന അയാളുടെ. ദ പാരഗ്രാഫ് ഷുഡ് ഹാവ് ആൻ എഫക്റ്റീവ് ബിഗിനിങ് ആൻഡ് എൻ എൻഡ്. അപ്പോൾ പാരഗ്രാഫിന് എന്ത് ചെയ്യണം, ഒരു നല്ലൊരു എഫക്റ്റീവ് ബിഗിനിങ്ങും എൻഡും ഉണ്ടായിരിക്കണം. ഓൾ ദ ഹിൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ടു ഷോർട്ട് സെൻറ്റൻസസ് ആൻഡ് വൈസ്ലി അറേഞ്ച് ദം ഇൻ ടു പാരഗ്രാഫ്. അപ്പോൾ അത് വളരെ ബുദ്ധിപരമായിട്ട് അത് പാരഗ്രാഫായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു. I hope that you have enjoyed my class.
If you have enjoyed my class, please like the video and comment it. Comment your suggestions. Please share the link of the video with your friends and family members. Don't forget to like it. Okay, thank you very much. We will meet again in the next video soon. Till then, thank you very much. Good luck and goodbye. Stay tuned. Stay safe in your home. Thank you.